എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ മുലയൂട്ടൽ വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നാളിതുവരെ ഒരുപാട് പ്രവർത്തനങ്ങൾക്കാണ് നിങ്ങൾ നേതൃത്വം നൽകിയിട്ടുള്ളത്. അനുയോജ്യരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ എല്ലാം തന്നെ പ്രയോജനം ലഭിച്ചു എന്നുള്ള സാഹചര്യത്തിൽ തന്നെയാണ് അടുത്ത ദിവസത്തെ പ്രവർത്തനവുമായി നമ്മൾ പോഷകഭാഷ ചാനലിലൂടെ ഈ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഓഗസ്റ്റ് മാസം 5-ാം തീയതി നമുക്ക് നടത്തേണ്ടതായിട്ടുള്ളത്. അത്തരത്തിലുള്ള നിർദ്ദേശമാണ് നമുക്ക് സംസ്ഥാന മിഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. കൃത്യമായി മനസ്സിലാക്കിയെടുക്കണം. അതായത് ലോക മുലയൂട്ടൽ വാരാഘോഷത്തിൻ്റെ ഭാഗമായി അങ്കണവാടി പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തി ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, നവജാത ശിശുക്കളുടെ മാതാപിതാക്കൾ എന്നിവർക്കിടയിൽ മുലയൂട്ടലിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടിയാണ് പ്രധാനമായിട്ടും ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമാക്കേണ്ടത്. ഒപ്പം തന്നെ ലാക്ടേറ്റിംഗ് കൗൺസിലിംഗ് കൂടെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗൃഹസന്ദർശന വേളയിൽ ഇതെല്ലാം അവതരിപ്പിക്കുകയും വേണം. അപ്പോൾ ആദ്യം തന്നെ ഭവന സന്ദർശനത്തിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം തന്നെ അറിഞ്ഞു വെക്കുക. സന്ദർശിക്കേണ്ട ഗുണഭോക്താക്കളുടെ പട്ടികയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെക്കേണ്ടത്. ആവശ്യമായ IEC മെറ്റീരിയലുകളും ലഘുലേഖകളും എന്നിവ കൃത്യമായി കൈവശം കരുതുക. ഭവന സമയം ഗുണഭോക്താവിന് സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ക്രമീകരിച്ച് വെക്കണം. അടുത്തത്, ഭവന സന്ദർശന സമയത്തിന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതാണ് വളരെ പ്രാധാന്യമുള്ള കാര്യം. കൃത്യമായി ഇതെല്ലാം പഠിച്ചെടുത്ത് മനസ്സിലാക്കിയിട്ട് വേണം ഭവന സന്ദർശനം നടത്തേണ്ടത്. അല്ലാതെ സാധാരണ പോകുന്ന പോലെ ആളുടെ വിവരങ്ങൾ തിരക്കി ഭർത്താവ് ഗൾഫിലാണോ, തിരിച്ചെപ്പോൾ വരും എന്നറിഞ്ഞു വരുന്ന സാഹചര്യമല്ല. കൃത്യമായി മനസ്സിലാക്കുക. ഭവന സന്ദർശന സമയത്ത് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇനി വിവരിക്കുന്നത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. വീട്ടിലെത്തിയ ശേഷം ആദ്യം ലോക മുലയൂട്ടൽ വാരാഘോഷത്തിന്റെ ലക്ഷ്യം ലളിതമായി വിശദീകരിച്ചു കൊടുക്കണം. അമ്മയുടെ പാൽ കുഞ്ഞിന്റെ ആദ്യ അവകാശമാണെന്നും കുഞ്ഞിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഏറ്റവും മികച്ച ആഹാരം അമ്മയുടെ പാലാണെന്നും വ്യക്തമാക്കി കൊടുക്കുക. കുഞ്ഞ് ജനിച്ച ആദ്യ 1 മണിക്കൂറിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കണം. ആദ്യത്തെ മഞ്ഞ നിറമുള്ള പാൽ, അതായത് കൊളസ്ട്രം, കുഞ്ഞിന് നിർബന്ധമായും നൽകേണ്ടതാണെന്നും അത് കുഞ്ഞിന്റെ ആദ്യ പ്രതിരോധ കുത്തിവയ്പ്പിന് തുല്യമാണെന്നും പ്രത്യേകം തന്നെ അറിയിക്കണം. ജനനം മുതൽ ആദ്യ 6 വയസ്സ് വരെ അമ്മയുടെ പാൽ മാത്രം നൽകേണ്ടതാണ് എന്നുള്ളത് ഊന്നി പറയുക. ഈ കാലയളവിൽ വെള്ളം, തേൻ, ഗ്ലൂക്കോസ് വെള്ളം, പശുവിൻ പാൽ അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങളൊന്നും തന്നെ നൽകേണ്ടതില്ല എന്ന് കുടുംബാംഗങ്ങളെയും ബോധ്യപ്പെടുത്തണം. 6 മാസം പൂർത്തിയായാൽ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള പൂരകാഹാരം ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ 2 വയസ്സ് വരെയും അതിനപ്പുറവും മുലയൂട്ടൽ തുടരുകയും വേണമെന്നുള്ളത് വിശദീകരിച്ച് കൊടുക്കണം. അമ്മയ്ക്ക് ശരിയായ മുലയൂട്ടൽ രീതിയും മുലയൂട്ടുന്ന അമ്മ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും ആവശ്യമായ വിശ്രമം ഉറപ്പാക്കണമെന്നും ഓർമ്മപ്പെടുത്തി കൊടുക്കുക. അമ്മയ്ക്കോ കുടുംബാംഗങ്ങൾക്കോ ഉള്ള സംശയങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ശരിയായ വിവരങ്ങൾ നൽകുകയും ചെയ്യണം. കുടുംബത്തിലെ എല്ലാവരും അമ്മയ്ക്ക് പിന്തുണ നൽകേണ്ടതിൻ്റെ ആവശ്യകതയും പ്രത്യേകം തന്നെ പറയുക. സന്ദർശനം അവസാനിക്കുന്നതിന് മുന്നേ കുഞ്ഞിൻ്റെ കുത്തിവയ്പ്പിനെക്കുറിച്ച്, വളർച്ചാ നിരീക്ഷണം, അങ്കണവാടി സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് എല്ലാം തന്നെ കൃത്യമായി അവരിലേക്ക് പറഞ്ഞു കൊടുക്കണം. തുടർന്ന് നടത്തുന്ന ഭവന സന്ദർശനത്തിൻ്റെ വിവരങ്ങൾ ബന്ധപ്പെട്ട രജിസ്റ്ററുകളിലും പോഷൻ ട്രാക്കർ ആപ്പിലും നിർബന്ധമായി രേഖപ്പെടുത്തണം. പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള ഗുണഭോക്താക്കളുടെ തുടർ സന്ദർശനം ഉറപ്പാക്കുകയും ചെയ്യണം. അവസാനമായി എല്ലാവരിലേക്കും ഇത്തരത്തിലൊരു സന്ദേശം കൂടി നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് അമ്മയുടെ പാലെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ആദ്യത്തെ അവകാശമാണ്. ആദ്യ 6 മാസം സമ്പൂർണ്ണ മുലയൂട്ടൽ നൽകാം. തുടർന്ന് പ്രായാനുസൃത പൂരകാഹാരത്തോടൊപ്പം തന്നെ 2 വയസ്സ് വരെയും അതിനപ്പുറവും മുലയൂട്ടൽ തുടരാം. ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം എന്നുള്ളൊരു സന്ദേശമാണ് വ്യാപകമായി നിങ്ങൾ ഗൃഹസന്ദർശനത്തിനുടനീളം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത്. ഈ സാഹചര്യത്തിലാണ് ഈ ഗൃഹസന്ദർശനത്തിന് ഇത്രമാത്രം പ്രാധാന്യം വരുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ ഗൃഹസന്ദർശനം നടത്തുന്ന സമയങ്ങളിലൊക്കെ ഒരു ലാക്ടേറ്റിംഗ് കൗൺസിലിംഗ് എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൂടെ നമ്മൾ ഈ സെഷനിൽ വിവരിക്കുന്നുണ്ട്. കൃത്യമായി മനസ്സിലാക്കി അനുയോജ്യരായിട്ടുള്ള ഇത്തരത്തിൽ ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും നവജാത ശിശുക്കളുടെ കുടുംബങ്ങളിലേക്കൊക്കെ തന്നെ ഗൃഹസന്ദർശനം നിർബന്ധമായിട്ട് നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ലാക്ടേറ്റിംഗ് കൗൺസിലിംഗ് എന്നുള്ളത് വിശദീകരിക്കാം. ലാക്ടേറ്റിംഗ് കൗൺസിലിംഗ് അല്ലെങ്കിൽ മുലയൂട്ടൽ കൗൺസിലിംഗ് എന്നത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും മുലയൂട്ടലുമായി ബന്ധപ്പെട്ട ശരിയായ അറിവും പ്രായോഗിക സഹായവും ആത്മവിശ്വാസവും നൽകുന്ന പ്രക്രിയയാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അമ്മമാർക്ക് വിജയകരമായി മുലയൂട്ടാൻ പിന്തുണ നൽകുക എന്നുള്ളതാണ്. കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി മനസ്സിലാക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ഏതൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഗുണഭോക്താക്കളിലേക്ക് വിവരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ തന്നെ വിശദീകരിച്ച് നമ്മൾ ഈ സെഷനിലുടനീളം കൊടുക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കി പഠിച്ചെടുത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമാക്കേണ്ടത്. കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക.